നമസ്കാരം. മനുഷ്യനും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ആദരിക്കുന്ന ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് പൊങ്കൽ. തമിഴ്നാട്ടിലെ ജനകീയ ഉത്സവം. മലയാളിക്ക് ഓണം പോലെയാണ് തമിഴന് പൊങ്കൽ. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് അകവും പത്തായവും നിറയുമ്പോഴാണ് പൊങ്കലിന്റെ വരവ്. തൈമാസത്തിന്റെ തുടക്കത്തിലാണ് പൊങ്കൽ. പൊങ്കലിന് മതപരമായ പരിവേഷമൊന്നുമില്ല. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഏക മനസ്സോടെ ആഘോഷിക്കുന്ന കാർഷിക ഉത്സവം. 4 ദിവസമായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ആദ്യ ദിവസം പോകി പൊങ്കൽ. ഇത് മകരസംക്രമ ദിവസമാണ്. മകരം 1 തൈപ്പൊങ്കൽ അഥവാ സൂര്യപ്പൊങ്കൽ, 3-ാം ദിവസം മാട്ടുപൊങ്കൽ, 4-ാം ദിവസം കാണപ്പൊങ്കൽ. കാർഷിക സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വർണ്ണങ്ങളുടെയും സൗഹൃദത്തിന്റെയും ബന്ധത്തിന്റെയും ഹരിതാഭമായ സംഗമ ആഘോഷം. തൈപ്പൊങ്കൽ ആഘോഷത്തിന്റെ പ്രധാന വിഭവമായ ചെങ്കരിമ്പ് പാടങ്ങളിൽ നിന്നും മുറിച്ച് ഗ്രാമങ്ങളിൽ എത്തിച്ചു തുടങ്ങി. കരിമ്പ് കൂടാതെ വൈവിധ്യ നിറങ്ങളുള്ള പൊടികളും ചെറുപുള പൂക്കളും മറയൂർ, കാന്തല്ലൂർ, മൂന്നാർ, കുമളി തുടങ്ങിയ അതിർത്തി ഗ്രാമങ്ങളിൽ വരെ എത്തിത്തുടങ്ങി. നല്ല വിളവെടുക്കുവാൻ സഹായിച്ച ഭൂമി, സൂര്യൻ, കൃഷി ഇറക്കുമ്പോൾ അധ്വാനത്തിന് കൂടെ നിന്ന കാള, പശുക്കൾ എന്നിവയ്ക്ക് നന്ദി അറിയിക്കുക എന്നതാണ് ഈ ഉത്സവത്തിന്റെ ചരിത്രമായി പറയപ്പെടുന്നത്. എന്തായാലും ഈ പൊങ്കൽ തമിഴകം മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയവും ആഘോഷമാക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ദില്ലിയിലെ വീട്ടിൽ നടക്കുന്ന പൊങ്കൽ ആഘോഷങ്ങളിലാണ് മോദി പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട് ഈ നീക്കത്തിന് പിന്നിൽ. 1. മോദിയുടെ ദക്ഷിണേന്ത്യൻ സ്ഥാനാർത്ഥിത്വത്തിൽ ഉയരുന്ന തമിഴ് മണ്ഡലങ്ങൾ തന്നെ. 2. ചെങ്കോല് മുതൽ കാശി തമിഴ് സംഗമം വരെ നീളുന്ന ഹിന്ദി വിരോധത്തിന് തടയിടുക എന്നതാണ്. 3. സ്റ്റാലിന്റെ വ്യാജ ദ്രാവിഡ പ്രീണനം തുറന്നു കാട്ടുക എന്നത്. തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ബിജെപിക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതല്ല. അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. മോദി മൻ കി ബാത്തിൽ തമിഴകത്തെ പ്രശംസിക്കാത്ത എപ്പിസോഡുകൾ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ തമിഴകം മറന്ന റാണി വെല്ലുനാച്ചിയാരും കുയിലിയും വരെ മൻ കി ബാത്തിൽ ഇടം പിടിച്ചിരുന്നു. DMK എന്ന പാർട്ടിക്ക് തമിഴകത്ത് വലിയ ആധിപത്യം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ DMK കഴിഞ്ഞാൽ അണ്ണാ DMK എന്ന പതിവ് അവിടെ മാറി തുടങ്ങിയിട്ടുണ്ട്. അമ്മയെ പോലെ ശക്തയായ ഒരു നേതാവിന്റെ അഭാവവും OPS EPS അധികാര വടംവലിയുമെല്ലാം ഇതിന് കാരണമാണ്. അതാണ് BJPയുടെ പ്രതീക്ഷയും. വളരാനുള്ള മണ്ണുണ്ട്, അത് ഫലഭൂയിഷ്ടവുമാണ്. നല്ല കാലാവസ്ഥ നോക്കി വിത്തെറിഞ്ഞാൽ ലോക്സഭ മാത്രമല്ല 2 വർഷത്തിന് ശേഷം വരുന്ന നിയമസഭയിലും നേട്ടം കൊയ്യാം. ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. കരുണാനിധി കുടുംബത്തോടുള്ള നേതാക്കളുടെയും ജനങ്ങളുടെയും മനോഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. ഭക്തിയും ആരാധനയും തീരെയില്ല എന്ന് തന്നെ പറയാം. ഇതിനിടയിലാണ് DMK നേതാവും കായിക മന്ത്രിയുമായ ഉദയനിധിയെ വൈകാതെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ചുമതല ഏൽപ്പിക്കുമെന്നുള്ള അഭ്യൂഹം ശക്തി പ്രാപിക്കുന്നത്. DMK നേതാക്കൾക്കിടയിൽ ഇക്കാര്യം വ്യാപകമായി തന്നെ പ്രചരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ MK സ്റ്റാലിൻ വിദേശ യാത്ര നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യം DMK വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതിനു മുമ്പായി ഉദയനിധി സ്റ്റാലിൻ ഡെപ്യൂട്ടി CM സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അഭ്യൂഹം. ജനുവരി 21 സേലത്ത് ചേരുന്ന പാർട്ടിയുടെ യൂത്ത് വിംഗ് യോഗത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ MLA ആയി 2.5 വർഷം പിന്നിടുമ്പോഴാണ് മന്ത്രിസഭയിൽ രണ്ടാമനാകാൻ ഉദയനിധി സ്റ്റാലിന് കളമൊരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്റ്റാലിന്റെ മകൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രചരണം. നിലവിൽ മന്ത്രിമാരിൽ 10ാമൻ എന്നാണ് പറച്ചിലെങ്കിലും ഉദയനിധി 2ാമൻ തന്നെയാണ് എന്ന കാര്യം പരസ്യമായ രഹസ്യവുമാണ്. ഇത്തരം വിവാദങ്ങളും ആരോപണങ്ങളും BJPക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വീകാര്യത ചെറുതല്ല. അത് ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് മോദി ചെയ്യുന്നത്. തമിഴകത്ത് BJP അണികൾക്കിടയിൽ ഒരു പറച്ചിലുണ്ട്: താമര മലർന്നുതാനാകണം, താമര വിരിയുക തന്നെ ചെയ്യുമെന്ന്. അതുതന്നെയാണ് മോദിയുടെ പൊങ്കൽ ആഘോഷവും ഉദയനിധിയുടെ പട്ടാഭിഷേകവും നൽകുന്ന സൂചന.